ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 6 പതിറ്റാണ്ടുകാലം ബോളിവുഡിലെ നിറസാന്നിധ്യമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഒരു യുഗത്തിന്റെ അന്ത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇനി ധർമ്മേന്ദ്ര ഓർമ്മിക്കപ്പെടുക ആ കഥാപാത്രങ്ങളിലൂടെ. തീർച്ചയായും ഒരു യുഗം അവസാനിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തലപ്പൊക്കമുള്ള ഇതിഹാസ നടന്മാരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കുറച്ചു നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്ടോബർ അവസാന മാസമാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ, ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇടയ്ക്ക് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ആരോഗ്യം വളരെ അധികം വഷളാവുകയും വെന്റിലേറ്ററിന്റെ സഹായത്തിലേക്ക് മാറ്റേണ്ടിയും വന്നിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെയും വെന്റിലേറ്ററിന്റെ സഹായം ഉറപ്പാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്നലെ രാത്രിയോടെ അത് വീണ്ടും ആശങ്കാജനകമായി എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിക്കുകയാണ്. പിന്നാലെ വിലേപാർലയിലെ ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ദിവസങ്ങൾക്കപ്പുറം ഡിസംബർ 8 തീയതി അദ്ദേഹത്തിന്റെ 90ാം പിറന്നാൾ നടക്കാനിരുന്നതാണ്. വലിയ ആഘോഷമായി തന്നെ അത് ആഘോഷിക്കണം എന്ന് ആരാധകരൊക്കെ കാത്തിരുന്നതുമാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായത്. 75-ൽ പുറത്തിറങ്ങിയ ഷോലെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 50ാം വാർഷികം കഴിഞ്ഞ മാസങ്ങളാണ് അതിന്റെ വലിയ ആഘോഷമൊക്കെ നടന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പതിയെ മോശമാവുകയും ഈ വിധം അദ്ദേഹം വിടവാങ്ങുകയും ചെയ്തത്. പ്രമുഖരെല്ലാവരും തന്നെ കൂട്ടത്തോടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി എന്നത് ശ്രദ്ധേയമാണ്. ശ്മശാനത്തിലേക്ക് അക്ഷയ് കുമാർ, ആമിർ ഖാൻ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ, സൽമാൻ ഖാൻ അടക്കമുള്ള നടന്മാരൊക്കെ തന്നെ എത്തി. ഷബാന ആസ്മിയെ പോലെയുള്ള നടിമാരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ ശ്മശാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. വിലേപാർലയിലെ ശ്മശാനത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിൽ ആ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.